ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് അബിയെയും ജാനകിയും തന്നെയാണ്. സങ്കടത്തോടെ അബിയുടെ മുഖത്തേക്ക് നോക്കി ജാനകി പറയുകയാണ്, എൻ്റെ അമ്മ സംസാരിക്കും, എന്നെ മോളെന്ന് വിളിക്കും. അങ്ങനെ ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അബിയേട്ടനല്ല മറ്റാരു പറഞ്ഞാലും ഞാൻ അംഗീകരിച്ചു തരില്ല. എന്തിനാ എൻ്റെ അമ്മയെ ദൈവം എനിക്ക് കാണിച്ചു തന്നത്? എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങനെ ജീവിക്കാനാണോ? അല്ല, എൻ്റെ അമ്മയായിട്ട് അമ്മയുടെ സ്നേഹം അനുഭവിച്ച് അമ്മയ്ക്കൊപ്പം എനിക്ക് ജീവിക്കണം. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചില്ലേ അബിയേട്ടാ? അപ്പോൾ അബി, നിന്റെ ആഗ്രഹം സഫലമാവട്ടെ ജാനകി. നീ അനുഭവിച്ച വേദനകൾക്ക് പകരമാകണമെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കണം. അബിയേട്ടാ, അബിയേട്ടൻ എൻ്റെ അമ്മയെ കൈവെടിയരുത്. എനിക്ക് വേണ്ടി അബിയേട്ടന് ഒന്നും ചെയ്യണ്ട. പക്ഷെ തുടർന്നും എൻ്റെ അമ്മയെ ചികിത്സിക്കാനുള്ളൊരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. ഇത് കേട്ടുകൊണ്ട് അബി, നമുക്കത് ചെയ്യാം ജാനകി. ഇത് പറയുമ്പോൾ അബിയുടെ മാർവിലേക്ക് കണ്ണുനീരോടെ ജാനകി തല ചായ്ക്കുകയാണ്. പിന്നീട് കാണുന്നത് അളകാപുരിയിൽ അജയ് അപർണയുമായി കേസിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അജയ് പറയുകയാണ്, സമാനമായ പല കേസുകളും ഞാൻ പരിശോധിച്ചു. അങ്ങനെയുള്ള കേസുകളൊക്കെ റീഓപ്പൺ ചെയ്തത് വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് കേട്ടുകൊണ്ട് അപർണ പറയുകയാണ്, ഈ കേസിന്റെ കാലപ്പഴക്കം വെച്ച് നോക്കുമ്പോൾ പെറ്റീഷൻ തള്ളിപ്പോകുമെന്ന് അച്ഛനോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം അച്ഛനുണ്ട്. അതിന് അജയ് പറയുകയാണ്, മാധവ് വാര്യർ തമ്പിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയത്ത് അവരുടെ നടുവിലേക്ക് അമല് വന്നിരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് അമല് പറയുകയാണ്, അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. തമ്പി മകളെ ഉപദ്രവിക്കാതെ ആ അച്ഛൻ പരാതി നൽകുമോ? ഉടനെ അപർണ, അച്ഛൻ അതേക്കുറിച്ച് ഇവിടെ വെച്ച് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കമ്പനിയിൽ പിരിച്ചുവിടൽ ഭീഷണി വന്നപ്പോൾ ആരൊക്കെയോ അതേക്കുറിച്ച് പരാതികൾ കൊടുത്തിരുന്നുവെന്ന്. പക്ഷേ അതേപ്പറ്റി അച്ഛൻ്റെ അടുക്കൽ ആരും അന്വേഷിച്ചു വന്നിട്ടുമില്ല. പണത്തിന് മീതെ ഏത് പരുന്താണടി പറക്കുന്നത്? ഒഴിഞ്ഞു പറക്കുകയുള്ളൂ. ദേ അമലെ, നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. പിന്നെന്തിനാ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഇത് എൻ്റെ വീടാണ്. ഇവിടെ വന്ന് ഞാനിരുന്നാൽ എന്താ കുഴപ്പം? എങ്കിലേ സ്വന്തം കാര്യം നോക്കിയിരിക്കണം. എടി, എനിക്ക് സ്വന്തം കാര്യം നോക്കാനൊക്കെ അറിയാം. ഞാൻ ഈ കേൾക്കുന്നതിനൊക്കെ മറുപടിയും പറയും. ഈ വാ മൂടിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് അജയ് പറയുക, ഒന്നും മിണ്ടാതിരിക്കടാ. ആ കേസിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അത് കേട്ടിട്ട് അപർണ പറയുകയാണ്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കേസ് എന്താണ് എന്നുള്ളത് വാദിഭാഗത്തിന് തീരുമാനമെടുക്കാം. അത് കേട്ടിട്ട് അജയ് പറയുകയാണ്, കുറച്ച് സാക്ഷികൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ ഉണ്ണിത്താൻ സാറിനോട് കഴിവുള്ളവൻ വേറെ ആരുമില്ല. ഈ സാക്ഷിയൊക്കെ അവസാന സമയത്ത് കൂറുമാറിയ എത്രയോ കേസുണ്ടെന്നറിയാമോ? ഇത് കേട്ടിട്ട് അമല്, നിങ്ങളും കുറച്ച് കള്ളസാക്ഷികളെ കൊണ്ടുപോവാ. എടാ അമലെ, നീ മണ്ടത്തരം പറയാതിരിക്കെ. ഒരു കൃത്യം കൃത്യമായിട്ട് കണ്ടു എന്ന് പറയുന്നതാണ് സാക്ഷി. അങ്ങനെ ഒരു കൃത്യം നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് കൂറുമാറുന്നവർക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അപർണ പറയുകയാണ്, ഉണ്ണിത്താനും സക്കീർ ബായിയും ചേർന്നുള്ള കോക്കസ് ആണ് പ്രവർത്തിക്കുന്നത്. ഏത് സാക്ഷികളെയും അവർ കൊണ്ടുവരും. അത് കേട്ടിട്ട് അമല് പറയുക, നിങ്ങൾ കുറച്ച് പണം കൊടുക്ക്, എന്നിട്ട് അവരെ വശത്താക്ക്. അജയേട്ടൻ പറഞ്ഞ ആ നാടകം അങ്ങ് നടത്തിയാൽ പോരെ? കൂറുമാറ്റം. അപ്പോൾ അപർണ, നിന്നോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. നീ ജാനകിയുടെയും നിരഞ്ജനയുടെയും ചാരനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സംസാരിക്കുന്നത് ചോർത്തി മറുഭാഗത്ത് കൊടുക്കാനാ നീ ശ്രമിക്കുന്നത്. എനിക്ക് അതിന് ജാനകിയിടത്തി നന്നായിട്ട് പൈസ തരുന്നുണ്ട്. നീയും താ. അപ്പോൾ അവിടുത്തെ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്കും ചോർത്തി തരാം. ഇത് കേട്ടുകൊണ്ട് അജയ് പറയുകയാണ്, ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നീ എന്താടാ അപർണയ്ക്കൊപ്പം നിൽക്കാത്തത്? അതല്ലേ നീ ചെയ്യേണ്ടത്. അപ്പോൾ അപർണ, അമല് പാദസേവകനല്ലേ? ഏട്ടൻ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ അത് പകലാണ്. ഇരുട്ട് കാണുന്നുണ്ടല്ലോ ഏട്ടാ എന്ന് പറയാൻ അങ്ങനെ അമല് തിരിച്ചു ചോദിക്കില്ല. ഉടനെ അമല് പറയുകയാണ്, എൻ്റെ ഏട്ടൻ പകലാണെന്ന് പറഞ്ഞാൽ അത് പകല് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന ഇരുട്ട് വരാൻ? നീ ഒന്ന് എഴുന്നേറ്റ് പോയേ, ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അമൽ, അജയേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജാനകിയിടത്തിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് അജയേട്ടൻ കരുതുന്നുണ്ടോ? ഈ ചോദ്യം കേട്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അജയ് അങ്ങനെ നെറ്റിക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമൽ വീണ്ടും ചോദിക്കുന്നു, പറയാ ചേട്ടാ. ഇല്ല, മനസ്സിലായില്ല നിന്റെ ചോദ്യം. ശരി, ഇവളുടെ അച്ഛന്റെ പേരിൽ ജാനകിയിടത്തി ആരോപിച്ച ആരോപണങ്ങളിൽ സത്യമുണ്ടെന്ന് അജയേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ടിട്ട് അജയ് മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും അമൽ പറയുകയാണ്, ഒരു വക്കീല് പ്രതിഭാഗമായാലും സത്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ വാദിഭാഗം കൊണ്ടുവരുന്ന സത്യങ്ങളെ മുൻകൂട്ടി കണ്ട് അസത്യമാക്കാൻ പറ്റൂ. അതിന് അജയ്, 25 വർഷം മുൻപ് നടന്നു എന്ന് പറയുന്ന ഈ കേസിന്റെ സത്യം കണ്ടെത്തി ഈ കേസ് ഹാൻഡിൽ ചെയ്യാനൊന്നും കഴിയില്ല. ഈ പെറ്റീഷൻ കോടതിയിൽ തള്ളിപ്പോവുകയാണ് വേണ്ടത്. അങ്ങനെ തള്ളിപ്പോകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പിന്നെന്തിനാടാ ഞാൻ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുന്നേ? അത് കേട്ടിട്ട് അമൽ,
ഈ കേസ് കോടതിയിൽ നിലനിൽക്കും. അപ്പോൾ അപർണ, അജയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇത് കള്ളക്കേസല്ല എന്നുള്ള കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ? ജാനകിയിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് നീ പറയരുത്. ജാനകി നടത്തിയ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആരെയും ദ്രോഹിക്കുവാനുള്ള മനസ്സ് ജാനകിയടത്തിക്കും അഭിയേട്ടനും ഇല്ല. അനാഥ എന്നുള്ള പരിഹാസം ജാനകിയടത്തി ഇവിടെ വന്ന് കയറിയ സമയം മുതൽ മുത്തശ്ശിയിൽ നിന്നും കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ ജാനകിയടത്തി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിലൊരു സത്യം ഉണ്ടാവും. ഈ സമയത്ത് ജോലിക്കാരി അവർക്ക് ചായയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അപർണ പറയുകയാണ്, നീ എൻ്റെ അച്ഛന് നേരെ വിരൽ ചൂണ്ടുകയാണല്ലേ? എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ഈ ചൂട് ചായ എടുത്ത് നിന്റെ മുഖത്ത് ഞാൻ ഒഴിക്കും. മഞ്ജു, ഒരു കപ്പ് ചായ ഇതിൽ നിന്ന് എടുത്തോണ്ട് പോയേ. അപ്പോൾ അവർ പറയുകയാണ്, അമൽ സാറ് കൂടി വന്നതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ചായ കൂടി കൊണ്ടുവന്നതാണ്. ഉടൻ തന്നെ അമൽ ചാടി എഴുന്നേറ്റിട്ട്, മഞ്ജു ചേച്ചി കൊണ്ടുവന്നതല്ലേ, അതിങ്ങ് തന്നേക്ക്, ഇത് പറഞ്ഞ് ആ ചായ അങ്ങ് വാങ്ങുകയാണ്. ഉടനെ അപർണ പറയുകയാണ്, ദേ ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റില്ല ഇത്. ഇതുപോലെ മുകളിലിരുന്ന് എൻ്റെ ഒരു ഇടത്തിയും തലപുകയ്ക്കുന്നുണ്ട്. ഈ ചായ നിരഞ്ജനടത്തിക്ക് ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഒരു കാര്യവുമില്ലെങ്കിലും നിങ്ങളുടെ വക്രബുദ്ധി പ്രവർത്തിക്കട്ടെ, എന്താ? ഇത് പറഞ്ഞുകൊണ്ട് അമൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അപർണ, നീ ഒന്ന് പോടാ. ഇത് കണ്ടുകൊണ്ട് അജയ് അപർണയോട് ചോദിക്കുകയാണ്, അപർണെ, ഇവൻ എന്താ ഇങ്ങനെയായി പോയത്? അജയ് അത് എന്നോടാണോ ചോദിക്കുന്നത്? അജയ്ക്ക് പകരക്കാരനായിട്ട് എനിക്ക് തന്നതല്ലേ. പകരക്കാരൻ ഇങ്ങനെയൊക്കെ ഇരിക്കൂ. ഇത് കേട്ടിട്ട് പെട്ടെന്ന് അജയ് ഒന്ന് ചമ്മുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ലൂപ്പ് ഫോൾസ് നോക്കാം. അപ്പോൾ അപർണ വീണ്ടും പറയുകയാണ്, അജയ്ക്ക് ഞാൻ തന്ന വാക്കു മറക്കരുത്. ഹണി റോസിന്റെ കാര്യം തന്നെ. ഈ പെറ്റീഷൻ തള്ളാതെ വന്നാൽ നിരഞ്ജനയ്ക്ക് അജയ്യോട് അകൽച്ച വരും. അവസരം മുതലെടുത്തുകൊണ്ട് ഉണ്ണിത്താൻ തന്റെ മകൾക്ക് പിന്തുണ കൊടുക്കുന്നത് അജയ്യെ അവളുടെ മനസ്സിൽ നിന്നും അടർത്തി മാറ്റാൻ വേണ്ടിയാണ്. ഇതൊക്കെ കേട്ടിട്ട് അജയ് അങ്ങനെ മൗനമായിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് കേസിന്റെ ഫയലുകൾ റെഫർ ചെയ്തുകൊണ്ട് മുകളിൽ നിരഞ്ജന ഇരിക്കുന്ന കാഴ്ചയാണ്. അവിടേക്ക് ഒരു കപ്പ് ചായയുമായിട്ട് അമൽ കയറി ചെല്ലുകയാണ്. തുടർന്ന് നിരഞ്ജനയോട്, ഏടത്തി ഒരു ചായ ആഗ്രഹിച്ചിരുന്നോ? സത്യം, അതെങ്ങനെ അമലിന് മനസ്സിലായി? അത് കേട്ടുകൊണ്ട്, ഇതാ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് വെച്ച് നീട്ടിട്ട് പറയുകയാണ്. ഒരു സമയത്ത് ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവനായിരുന്നു ഈ അമൽ. എന്തായാലും ഏടത്തി കുടിക്കേ, മൂടൊക്കെ അങ്ങോട്ട് മാറട്ടെ. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, അമല് ഇത് എവിടുന്ന് കൊണ്ടുവന്നു? ചായ വരുന്നത് എവിടുന്നാണ്? അവിടുന്ന് തന്നെ. ഞാനുണ്ടാക്കിയതൊന്നുമല്ല, താഴെ കൊണ്ടുപിടിച്ചുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നടുവിലേക്ക് മഞ്ജു ചേച്ചി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏട്ടത്തിയെ ഓർത്തിട്ട് ഞാൻ ഇതെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഏടത്തിയും കേസ് ഫയലിലാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ നിരഞ്ജന, അമൽ ഒരു പ്രത്യേക ക്യാരക്ടറാണല്ലോ അല്ലേ? ആരോടും ഒരു ദേഷ്യവും മനസ്സിൽ വെച്ച് പെരുമാറില്ല. കളിച്ചും ചിരിച്ചും നടക്കുമ്പോഴും എല്ലാരെ പറ്റിയും ബോധ്യവുമുണ്ട്. എൻ്റെ സന്തോഷം അതൊക്കെ തന്നെയാണ് നിരഞ്ജനേടത്തി. അല്ല, ആരൊക്കെ അമലിനെ മനസ്സിലാക്കിയില്ലെങ്കിലും അപർണ അമലിനെ മനസ്സിലാക്കാതെ പോകുന്നതിലാണ് എൻ്റെ സങ്കടം. എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ലേ അപർണ അമലിനെ അപമാനിക്കുന്നത്. അമലിനെ മനസ്സിലേക്ക് കയറ്റുവാൻ അപർണയ്ക്ക് എന്ന് കഴിയും? അപ്പോൾ അമൽ, ചിലര് അങ്ങനെയാണ് നിരഞ്ജനേടത്തി. മനസ്സ് താഴിട്ട് പൂട്ടിയിട്ട് അതിൻ്റെ താക്കോൽ അങ്ങ് പുഴയിൽ എറിഞ്ഞു കളയും. പക്ഷേ ഇപ്പോൾ അപർണ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും ഫീൽ ചെയ്യില്ല. കാരണം അവൾ യുദ്ധം ചെയ്യുന്നത് അവളുടെ ചോരയോടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ സത്യത്തിൽ എനിക്ക് അവളോട് സഹതാപമാണ്. ഒരു വാക്കുമതി എനിക്ക് അപർണയെ തകർക്കാൻ. പക്ഷെ ഞാനത് ചെയ്യാത്തത് തമ്പി ജാനകിയടത്തിയുടെ അച്ഛനാണ് എന്ന് മറ്റാരും അറിയരുത് എന്ന് ജാനകിയടത്ത് ശാഠ്യം പിടിക്കുന്നത് കൊണ്ടാണ്. ജാനകിയടത്തി രാധാമണി വാരസ്യാരുടെ മകളാണെന്ന് പറഞ്ഞ് കേസിന് പോകാത്തതും അതുകൊണ്ട് തന്നെയാണ്. അമ്മ പോലും തൻ്റേതാണെന്ന് പറയാത്തതിൽ നിന്നും തമ്പിയെ എത്രമാത്രം ജാനകിയടത്തി വെറുക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും മനസ്സിലാക്കാം. ഞാനായിട്ട് ഏടത്തിയെ വേദനിപ്പിക്കുന്നില്ല. ഈ കേസ് ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ട കാര്യമില്ലായിരുന്നു. തമ്പി അച്ഛനാണെന്ന് പറഞ്ഞ് ഒരു DNA ടെസ്റ്റിന് വേണ്ടി കോടതിയെ സമീപിച്ചാൽ മതിയായിരുന്നു. ഇത്രയും കേൾക്കുമ്പോൾ നിരഞ്ജന പറയുകയാണ്, അമലിന് അതിൻ്റെ പിൻപിലുള്ള നിയമവശത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതെൻ്റെ അച്ഛനാണ് എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞ് പിതൃത്വം തെളിയിക്കുവാൻ കോടതിയെ സമീപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചൂണ്ടിക്കാണിച്ച ആളുകൂടി അതിന് തയ്യാറാവണം. തമ്പിയാണ് അച്ഛനെന്ന് പറഞ്ഞ് ജാനകിയടത്തി കോടതിയിൽ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല മലേ. തമ്പി പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. പിന്നെയുള്ളത് അതിൻ്റെ പിൻപിലൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തെളിയിക്കുക. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് തെളിഞ്ഞാൽ പിന്നെ DNA ടെസ്റ്റിന് തമ്പി വഴങ്ങിയേ പറ്റൂ. പക്ഷേ ജാനകിയടത്തി അതൊന്നുമല്ല ലക്ഷ്യം വെക്കുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ അമലൊരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, അപ്പോൾ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിലല്ല അല്ലേ? അതെ, പക്ഷേ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാവും. ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അമൽ പറയുകയാണ്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അപർണയോട് എല്ലാം വിളിച്ചു പറയേണ്ടി വരും. അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ പാണ്ഡവരുടെ അവസ്ഥയായിരിക്കും അപർണയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്.
നേടിയതെല്ലാം വെറുതെ ആയി പോകും. ഈ പകയും വെറുപ്പുമൊക്കെ മാറ്റിയിട്ട് ജീവിതം എന്താണെന്ന് അവളും അറിയണ്ടേ? ഇത്രയും കേട്ടപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് അവളോട് അല്ലേ? അത് പിന്നെ ഉണ്ടാവാതിരിക്കുമോ? കൂടെ താമസിക്കുന്നവളല്ലേ. പക്ഷേ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പിശുക്കും കൂടാതെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ് ഈ കാണുന്ന പരാക്രമങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അവരുടെ ഉൾമനസ്സിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ സ്നേഹമാകാം, പകയാവാം, വെറുപ്പുമാവാം. കൂടെ ജീവിച്ച് പഠിച്ചതാണേ. ഇത് പറഞ്ഞിട്ട് അമൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഉടനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അപർണ പറയുകയാണ്, അതിൽ ചതി കൂടി വന്നുപോയാൽ പല മുഖങ്ങളുണ്ടാവും. പ്രണയിച്ചുകൊണ്ട് വഞ്ചിക്കും, ചിരിച്ചുകൊണ്ട് ഹൃദയം തകർക്കും, ഒടുവിൽ വലിച്ചെറിഞ്ഞിട്ട് പോവും. തുടർന്ന് കാണുന്നത് ഉണ്ണിത്താൻ വക്കീലിനെയും അജയ്യെയുമാണ്. അജയ്യോട് ഉണ്ണിത്താൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എല്ലാത്തിൻ്റെയും ഒടുവിൽ അവൾ അവളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞു. അച്ഛൻ മക്കളോട് പക്ഷാപാതം കാണിക്കുന്നത് പെൺമക്കളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്. എനിക്കാണെങ്കിൽ ഒരേ ഒരു മോളാണ്. തിരിച്ചറിവ് വരാതെ അവൾ കാട്ടിക്കൂട്ടിയ വലിയൊരു തെറ്റ് അത് നീയാണ്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, തമ്പിയങ്കിളിൻ്റെ കേസ് ഞാൻ ഏറ്റെടുത്തതിലാണോ ഉണ്ണിത്താൻ സാർ ഈ രോഷമൊക്കെ കാണിക്കുന്നത്? രോഷോ? എടാ ആശ്വാസമല്ലേടാ അത്. ഞാൻ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. തമ്പിക്ക് വേണ്ടി നീ വക്കാലത്ത് ഏറ്റെടുത്തു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയതാണ്. നീ എന്നോട് കാണിച്ച ഏറ്റവും വലിയ സൽപ്രവൃത്തിയായി ഞാനതിനെ കാണുകയാ. ഈ കേസിന്റെ വിധിയോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എടാ, എൻ്റെ മോൾക്ക് നിന്റെ കയ്യിൽ നിന്നൊരു മോചനം ഉണ്ടാവാൻ വേണ്ടിയാണ് അബിയും ജാനകിയും ഇതുപോലൊരു കേസുമായിട്ട് വന്നത്. തമ്പിയോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ആദ്യം ഞാൻ അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ നിന്റെ എൻട്രി വന്നതോടെ ഞാനിവിടെ ഹാപ്പിയായി. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, അല്ല, ഈ കേസിൽ ഞാൻ ജയിച്ചാലോ? ഉണ്ണിത്താൻ സാറിന് അപ്പോഴെന്നെ അംഗീകരിക്കേണ്ടി വരില്ലേ? അപ്പോൾ പിന്നീട് മകളെ എന്തു പറഞ്ഞ് എന്നിൽ നിന്ന് അകറ്റും? എടാ, നീ എവിടെ ജയിക്കാനാടാ? എൻ്റെ മോള് മാത്രമേ കേസ് വാദിക്കുന്നുള്ളൂ. പക്ഷേ അവൾക്ക് പിൻപിൽ നിൽക്കുന്നത് അഡ്വക്കേറ്റ് RK ഉണ്ണിത്താനാണ്. കൂടെ സക്കീർ ഹുസൈനുമുണ്ട്. എൻ്റെ പേരും വെച്ച് 1-2 കേസിൽ ജയിച്ച നീ ആരാടാ? എനിക്ക് നീ വെറും തൃണമാടാ. എൻ്റെ മോൾക്ക് നീ ഡിവോഴ്സ് തരേണ്ടി വരും. അവിടെ കൊണ്ടുപോയി കെട്ടിയിടും നിന്നെ ഞാൻ. ശരിക്കും പറഞ്ഞാൽ തമ്പിയെപ്പോലൊരു ഫ്രോഡിൻ്റെ മരുമകനാകാനുള്ള യോഗ്യത അതേ നിനക്കുള്ളൂ. അതായിരുന്നു നിന്റെ വിധി. പക്ഷേ എൻ്റെ മോളായിട്ട് അത് തിരുത്താൻ ശ്രമിച്ചു. അപ്പോൾ അജയ് പറയുകയാണ്, ഉണ്ണിത്താൻ സാറ് പേരെടുത്ത വക്കീല. മറ്റെന്തിനേക്കാളും ഉണ്ണിത്താൻ സാറ് വിജയമായി കാണുന്നത് പ്രൊഫഷനിലുള്ള വിജയത്തെയാണ്. എതിർഭാഗത്ത് നിൽക്കുന്നത് ഉണ്ണിത്താൻ സാറിൻ്റെ മകളോ എൻ്റെ ഭാര്യയോ ആരുമായിക്കോട്ടെ. പക്ഷേ വളർത്തിയെടുത്ത ശിഷ്യൻ്റെ വിജയത്തെ അംഗീകരിച്ചു തരേണ്ടത് എൻ്റെ ഗുരുവായ സാറിൻ്റെ കടമയാണ്. ഞാൻ ഈ കേസിൽ ജയിക്കും സാറേ, അത് ഉറപ്പാണ്. ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് ഉണ്ണിത്താൻ സാറിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കൂടിയാണ്. സാറിന് എന്നെ അംഗീകരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പിന്നീട് കാണുന്നത് അപർണയാണ്. അപർണയുടെ വീട്ടിലാണ്. ഈ സമയത്ത് തമ്പിയെ കാണുവാൻ വേണ്ടി CI സേനൻ അവിടേക്ക് വരുന്നുണ്ട്. സേനൻ അപർണയോട് ചോദിക്കുന്നുണ്ട്, ആഹാ, മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ. പെട്ടെന്ന് തമ്പി അവിടേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ, താൻ എത്തിയോ? എന്തൊക്കെയാടൂ അവരുടെ നീക്കങ്ങൾ? അപ്പോൾ അയാൾ പറയുകയാണ്, അബിയും ജാനകിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു രംഗത്തും ഇല്ല. മുഴുവൻ ചരടുവലിയും ഉണ്ണിത്താൻ വക്കീലും സക്കീർ ഹുസൈനും കൂടിയാണ്. അവരുടെ തലയിലാണ് ഓരോ വക്രബുദ്ധികളും ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപർണ പറയുകയാണ്, ആ, കള്ളസാക്ഷികളെ കണ്ടെത്താനുള്ള നീക്കം തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് അജയ് എന്നോട് പറഞ്ഞത്. അതിന് തമ്പി, ആ, ഉണ്ണിത്താൻ്റെ പല കേസുകളിലും ഇത് പതിവ് കാഴ്ചയാണ്. ഉടനെ അപർണ സേനനോട് പറയുകയാണ്, സേനൻ സാറ് ഒന്ന് ഉണർന്നു പ്രവർത്തിക്കണം. അച്ഛന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒരു CI ആയ സേനൻ സാറിന് ചെയ്യാൻ കഴിയും. അവർ കണ്ടെത്തുന്ന കള്ളസാക്ഷികളെ നമ്മൾ കണ്ടെത്തി വശത്താക്കണം. എത്ര പണം മുടക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സേനൻ, ഞാൻ അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. 25 വർഷം മുൻപുള്ള കേസായതുകൊണ്ട് ചിലപ്പോൾ നാട്ടുകാരും രംഗത്ത് വരണമെന്നില്ല. സംഭവം പെറ്റീഷനിലുള്ളത് ഒരു സ്ഥാപനത്തിൽ നടന്ന കേസായിട്ടാണ്. എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ സ്ഥാപനത്തിൽ വരാം. അതിന് അപർണ, രാധാമണി വാരസ്യാർ എന്നൊരു സ്ത്രീയെ മുൻപിൽ നിർത്തിക്കൊണ്ടാണല്ലോ ജാനകി ഞങ്ങൾക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അവർക്ക് ഒരു ID പ്രൂഫ് ഉണ്ടാവില്ലേ? സാറ് വിചാരിച്ചാൽ അവരെ കണ്ടെത്താനാവും. പെട്ടെന്ന് തമ്പി പറയുക, ഹ, ഇതൊരു കള്ളക്കേസല്ലേ മോളെ? അച്ഛാ, ഒന്നുമില്ലാതെ അവർക്കിതിനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. ആ പേരിലുള്ളൊരു സ്ത്രീ അച്ഛനും അമലിൻ്റെ അച്ഛനും കൂടി നടത്തിയിരുന്ന ശ്രീചക്ര ബിസിനസ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോളെ എത്രയോ പേരവിടെ വർക്ക് ചെയ്തിരുന്നു. അതിലാരാണ് ഈ രാധാമണി വാരസ്യാർ എന്നുള്ളത് എങ്ങനെ കണ്ടെത്താൻ കഴിയും?
ആ കമ്പനി ഞാൻ ജയിലിലായതോടെ സൂര്യനാരായണന്റെ കയ്യിലുമായി. പിന്നീട് അതിന്റെ പേര് സൂര്യപ്രഭ എന്ന് മാറ്റി. അന്ന് ജയിലിൽ കിടക്കുന്ന അച്ഛന് ഇതിനെക്കുറിച്ചൊക്കെ വല്ല വിവരവും ഉണ്ടാവുമോ? തമ്പി ഈ പറയുന്നതെല്ലാം കേട്ടതിനു ശേഷം വീണ്ടും അപർണ സേനന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, സേനൻ സാർ, അബി കൊണ്ടുവന്ന രാധാമണി വാരസ്യർ എന്ന ആ സ്ത്രീയെ കണ്ടെത്തണം. അത് വേഷം കെട്ടിച്ചു കൊണ്ടുവന്നൊരു സ്ത്രീ തന്നെയാണ്. അവരെ സാറിന്റെ കയ്യിൽ കിട്ടിയാൽ ഈ കേസ് അതോടെ തീരും. അപ്പോൾ തമ്പി, എടി മോളെ, അതിന് ജാനകിയുടെ കയ്യിലല്ലേ രാധാമണി വാരസ്യാരുള്ളത്? അത് കണ്ടെത്താൻ സാറിന് കഴിയുന്നില്ലെങ്കിൽ സാറ് പിന്നൊരു CI ആണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് പറഞ്ഞിട്ട് അപർണ അവിടുന്ന് ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് CI സേനനും തമ്പിയും. തുടർന്ന് തമ്പി ഭിത്തിയിലേക്ക് ചാരി സങ്കടത്തോടെ പറയുകയാണ്, ഒളിക്കാനും മറയ്ക്കാനും പലതുമുണ്ട്. പക്ഷേ എൻ്റെ മോളുടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നീട് കാണുന്നത് നകുലനെയും ഇന്ദ്രജയുമാണ്. ഇന്ദ്രജ നകുലിനോട് ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യത്തിന് നീ ഇപ്പോഴും വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല. പഴയ ജാനകി അല്ല ഇന്നുള്ള ജാനകി. അവൾ അനാഥയല്ല, നിസ്സാരക്കാരനല്ല അവളുടെ ഭർത്താവ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്കൊരു പടി മുകളിൽ നിൽക്കും അവൻ, അഭിറാം. എങ്ങനെയാണോ നീ ജാനകിയെ കണ്ടിഷ്ടപ്പെട്ടത് അത് തന്നെയാണ് അവളുടെ ഭർത്താവായ അഭിറാമിന്റെ കാര്യത്തിലും സംഭവിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്, കണ്ടു ഭ്രമിപ്പാൻ തക്കവണ്ണം എന്ത് സവിശേഷതയാണ് ജാനകിക്കുള്ളത്? ഇന്ദ്രജിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒരു മറുപടിയും പറയുവാൻ കഴിയാതെ നകുലൻ അങ്ങനെ മൗനമായി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. പൊന്നൂനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് രാധാമണി വാരസ്യർ തന്റെ നെറുകയിൽ ചുംബിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് മേരിയമ്മയും ജാനകിയും നോക്കി നിൽക്കുന്നു. തുടർന്ന് അബിയും ജാനകിയും കൂടി നിൽക്കുമ്പോൾ പൊന്നൂനെ നോക്കിക്കൊണ്ട് ജാനകി പറയുകയാണ്, നോക്ക്, നീ എന്നോട് ചോദിച്ച കാര്യം അവിടെ ചെന്നിട്ട് നീ ചെറിയമ്മയോട് പറയരുത്. നീ അപർണയോടത് പറഞ്ഞാൽ പിന്നെ ഞാനും നീയും തമ്മിൽ കാണില്ല. അപ്പോൾ പൊന്നു, ഇല്ലമ്മേ, പൊന്നു പറയില്ലമ്മേ. വീണ്ടും കാണുന്നത് ഇന്ദ്രജയെയും നകുലിനെയുമാണ്. ഇന്ദ്രജ നകുലിനോട് ചോദിക്കുകയാണ്, ഒരു പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ അവളുടെ മനസ്സുകൂടി സ്വന്തമാക്കണ്ടേ? വില കൊടുത്തു വാങ്ങാൻ കഴിയുന്നതാണെങ്കിൽ നിനക്ക് ഞാനത് വാങ്ങിത്തരും. അപ്പോൾ നകുലൻ പറയുകയാണ്, ജാനകി എന്നെ വിട്ട് അഭിറാമിൻ്റെ അടുത്ത് എത്തിയതുപോലെ തന്നെ അവൾ അവനെ വേണ്ടെന്ന് വെച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അടുത്തതായി കാണുന്നത് നിരഞ്ജനയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാണ്, നിരഞ്ജന ഈ കേസിൽ ജയിക്കണം, അയാൾ ശിക്ഷിക്കപ്പെടുകയും വേണം. ഈ ദൃശ്യങ്ങളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന്റെ വിവരണവുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.